സഭാകമ്പം സ്വാഭാവികമാണ്. ഒരു സഭയെ കാണുമ്പോൾ ചിലരിൽ ഉണ്ടാകുന്ന ലജ്ജയോ സംഭ്രമമോ ഭയമോ ഒക്കെയാണ് സഭാകമ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സഭാകമ്പത്തെ മറികടക്കാൻ സ്വാഭാവികമായും സാധിക്കുന്നതാണ്. പക്ഷേ സഭാകമ്പം സ്വാഭാവികമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഒരു പ്രസന്റേഷൻ നടത്താൻ പോകുമ്പോൾ അതല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്താൻ പോകുമ്പോഴൊക്കെ സ്വാഭാവികമായ സഭാകമ്പം നമ്മളുണ്ടാവും. അതിനെ മറികടക്കാൻ നമ്മൾ മാനസികമായി ഒന്ന് ഒരുങ്ങിയാൽ തീർച്ചയായിട്ടും സാധിക്കുന്ന ഒന്നാണ്. ഏതൊരു വേദിയിൽ പ്രസംഗിക്കാനോ പ്രസന്റ് ചെയ്യാനോ കയറുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സഭാകമ്പത്തെ നമുക്ക് മറികടക്കാൻ കഴിയും. കാരണം സഭാകമ്പം സ്വാഭാവികമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അത് നാച്ചുറലാണ്. നാച്ചുറലായി ഇച്ചിരി സഭാകമ്പം ഉണ്ടെങ്കിലേ നമ്മുടെ പ്രസന്റേഷൻ നന്നാവും. ഏതൊരു വേദിയിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോഴും സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതുണ്ടാവാറുണ്ട്. പക്ഷേ അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 1-2 മിനിറ്റാണ്. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായ സഭാകമ്പം അലിഞ്ഞില്ലാണ്ടെയാവും. അതിനെ മറികടന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് നമ്മുടെ പ്രസന്റേഷനെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. എന്നാൽ ചില വ്യക്തികൾ ഈ 2 മിനിറ്റിൻ്റെ സഭാകമ്പത്തിൽ അവർ മുങ്ങിപ്പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള അവതരണത്തെ അത് സാരമായി ബാധിക്കാറുണ്ട്. അപ്പോൾ സഭാകമ്പത്തിൽ മുങ്ങിപ്പോവാതെ സഭാകമ്പത്തെ സ്വാഭാവികമായി കണ്ടുകൊണ്ട് അതിനെ തരണം ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഭാകമ്പം എന്നുള്ളത് ആ അർത്ഥത്തിൽ നമുക്ക് മറികടക്കാൻ പറ്റുന്ന ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കുകയും ചെയ്യും.